ഹേമചന്ദ്രൻ കൊലക്കേസ് ഹണി ട്രാപ്പ് മർഡറാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. ഹണി ട്രാപ്പ് കൊലപാതകം അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. 2 സ്ത്രീകൾക്ക് ഈ കൊലപാതകത്തിൽ നിർണായക പങ്കുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി കഴിഞ്ഞു. കണ്ണൂർ സ്വദേശിയായ ഒരു യുവതിയാണ് ഈ ഹേമചന്ദ്രനെ വിളിച്ച് വശീകരിച്ച് എവിടെ നൗഷാദിൻ്റെയും ജ്യോതിഷിൻ്റെയും അജേഷിൻ്റെയും സങ്കേതത്തിൽ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കണ്ണൂരിലെ യുവതി കൊലക്കേസിലെ തന്നെ പ്രതിയായി മാറും. ഗൂഢാലോചനയല്ല, കൊലക്കേസിലെ തന്നെ 3ാമത്തെയോ 4ാമത്തെയോ പ്രതിയായി മാറും എന്നുറപ്പായി. ഇനി ഗുണ്ടൽപേട്ടിലെ ഒരു യുവതിയുണ്ട്. ഗുണ്ടൽപേട്ടിലെ യുവതിയും ഹേമചന്ദ്രനുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. നൗഷാദിന് ഇത് അറിയാമായിരുന്നു. അപ്പോൾ ഗുണ്ടൽപേട്ടിലെ യുവതിക്ക് ഈ കാര്യങ്ങളിൽ, അതായത് നൗഷാദ് കൊല ചെയ്യപ്പെടും എന്നൊക്കെയുള്ള കാര്യം കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് ആ സ്ത്രീ എന്ത് ആകപ്പെടും, ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കപ്പെടും എന്നതിലും തർക്കമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ അത് സ്ഥിരീകരിക്കുന്നു. എങ്ങനെയാണ് ഈ കേസ് ഹണി ട്രാപ്പിൻ്റെ സ്വഭാവത്തിലോട്ട് പോകുന്നത്? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഹേമചന്ദ്രൻ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് വന്ന് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്ന ഒരു ബിസിനസ്സുകാരനാണ്. നൗഷാദിൽ നിന്ന് 5 ലക്ഷം രൂപ ഹേമചന്ദ്രൻ കടം വാങ്ങിയിരുന്നു. അത് റോൾ ചെയ്ത് ചിട്ടിക്ക് ആളുകൾക്ക് പലിശയ്ക്ക് പണം കൊടുക്കുന്നു, തിരികെ വാങ്ങി അത് പലിശ സഹിതം തിരികെ കൊടുക്കുന്നു. അങ്ങനെ ഒരു മണി റോളിംഗ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയോ കാരണവശാൽ നൗഷാദ് പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഹേമചന്ദ്രൻ ഉറപ്പ് കൊടുത്ത സമയത്ത് നൗഷാദിന് പണം തിരികെ കൊടുക്കാൻ കഴിയാതെ വരുന്നത്. അവിടെയാണ് ശത്രുത വരുന്നത്. ആ ശത്രുത പുറം ലോകം അറിയാതിരിക്കാൻ, ആ ശത്രുതയുടെ ഭാഗമാണ് ഈ കൊലപാതകം എന്നറിയാതിരിക്കാൻ നൗഷാദിൻ്റെ പ്ലാനിംഗ് ആയിരുന്നു ഹണി ട്രാപ്പ്. അതിലേക്ക് നൗഷാദ് ചെയ്തു വെച്ച പ്ലാനിങ് സിനിമയെപ്പോലും വെല്ലുന്നതായിരുന്നു. ആദ്യം ഒരു പത്രപരസ്യം കൊടുത്തിട്ട് ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന തരത്തിൽ പരസ്യം കൊടുക്കുന്നു. അതിൽ കുറേ ആളുകൾ ആപ്ലിക്കേഷൻ അയക്കുന്നു. അതിൽ നിന്ന് ഒരു യുവതിയെ സെലക്ട് ചെയ്യുന്നു. യുവതിക്ക് കൊടുക്കുന്ന ദൗത്യം ഇതാണ്: നിങ്ങൾക്ക് ഇത്ര കാശ് തരാം, പക്ഷേ ഇന്ന ആളിനെ വിളിച്ച് വശീകരിച്ച് ഞങ്ങളുടെ സങ്കേതത്തിലെത്തിക്കണം. അതാണ് കണ്ണൂരിലെ യുവതി അത് കൃത്യമായി ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് കണ്ണൂരിലെ യുവതിയെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്ന് പറയുന്നതും അവരെ കേസിൽ പ്രതി ചേർക്കുമെന്ന് പറയുന്നതും. ഈ നൗഷാദ് ഇപ്പോൾ എവിടെയാണ്? സൗദി അറേബ്യയിലാണ്. സന്ദർശക വിസയിലാണ് ഇയാൾ സൗദി അറേബ്യയിലേക്ക് പോയിട്ടുള്ളത്. ഈ സന്ദർശക വിസയിൽ പോയ നൗഷാദിനെ എത്രയും വേഗം തന്നെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമം കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ റിമാൻഡിലുള്ള ജ്യോതിഷ്, അജേഷ് കേസിലെ മറ്റ് പ്രതികൾ, ഇവരെ വീണ്ടും പോലീസിൻ്റെ കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന കാര്യവും പോലീസ് അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ഈ കൊലപാതകം നടന്ന രീതിയൊക്കെ അറിയാം. ഇയാളെ കൊണ്ടുപോകുന്നു, സുൽത്താൻ ബത്തേരിയിലെ നൗഷാദിൻ്റെ കെയർ ഓഫിലുണ്ടായിരുന്ന ഒരു വീട്ടിലെത്തിക്കുന്നു. അവിടെ വെച്ച് മർദ്ദിച്ച് അവശനാക്കുന്നു. പിറ്റേ ദിവസം ഹേമചന്ദ്രൻ മരിക്കുന്നു. മരിച്ച ഹേമചന്ദ്രൻ്റെ മൃതദേഹം നീലഗിരി കുന്നുകളിൽ സംസ്കരിക്കുന്നു, മറവ് ചെയ്യുന്നു. എന്നിട്ട് ഹേമചന്ദ്രൻ്റെ ഫോണ് മൈസൂരിലേക്ക് കൊണ്ടുപോകുന്നു. ഇവരുടെ പ്രതികളുടെ ഫോൺ നാട്ടിൽ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. ഈ ഫോൺ മൈസൂരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. അതിലുള്ള കോൾ റെക്കോർഡ്സ്, വിളിച്ചതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഫോണിൽ നിന്ന്, ഹേമചന്ദ്രൻ്റെ ഫോണിൽ നിന്ന് നൗഷാദോ ജ്യോതിഷും അജേഷും ചേർന്നിട്ട് ഹേമചന്ദ്രൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്, മകളെ ഫോൺ ചെയ്തിട്ടുണ്ട്. ആ മകൾക്ക് അച്ഛൻ്റെ ശബ്ദത്തിൽ ഉണ്ടായ വ്യത്യാസം തിരിച്ചറിഞ്ഞു. അതൊരു വലിയ സംശയമാണ്, വലിയൊരു ഏടാണ്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയൊരു തെളിവാണ്. പിന്നെ ഈ കേസിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കണമെങ്കിൽ ഒരുപാട് ശാസ്ത്രീയമായ തെളിവുകൾ വേണം. ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസിൽ നൗഷാദ്, ജ്യോതിഷ്, അജേഷ്, ഈ പറയുന്ന 2 സ്ത്രീകളൊക്കെ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണത്തിൽ ഒരു പഴുത് വന്നു കഴിഞ്ഞാൽ പ്രതികൾ രക്ഷപ്പെടും. കാരണം നൗഷാദ് തന്നെ ഒരു FB പോസ്റ്റ് ഇട്ടിട്ടുള്ളതായി ആണ് അറിയുന്നത്. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നൗഷാദ് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. ആ പോസ്റ്റിൻ്റെ ബലത്തിൽ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തു, അയാളുടെ മൃതദേഹം മറ്റാരും അറിയാതെ എടുത്ത് സംസ്കരിച്ചു. അത് നല്ല പ്രവൃത്തി മാത്രമാണ് ചെയ്തതെന്നാണ് നൗഷാദിൻ്റെ ആദ്യഘട്ടത്തിലെ വാദമൊക്കെ. ഇപ്പോഴും അയാൾ അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കണം. അതിന് മൃതദേഹ പരിശോധന, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ വരുന്ന സൂചനകൾ നിർണായകമാണ്. പിന്നെ സുൽത്താൻ ബത്തേരിയിൽ കൊലപാതകം നടന്ന ആ വീട് പരിസരം, അവിടെ നിന്ന് ഫോറൻസിക് എവിഡൻസ് കിട്ടുമോ എന്നറിയില്ല. ഇപ്പോൾ ആ വീട്ടിൽ താമസക്കാരുണ്ട്, മുമ്പ് താമസക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീട്ടിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ആ തെളിവുകൾ ശേഖരിക്കണം. പിന്നെ ഇവരുടെ ഫോൺ റെക്കോർഡ്സ് പരിശോധിക്കണം. ഹേമചന്ദ്രനും യുവതിയുമായുള്ള സാമ്പത്തിക ഇടപാട് എന്താണ്,
അതുപോലെ ഈ യുവതി, കണ്ണൂരിലെ യുവതി ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ഹേമചന്ദ്രനോട് എന്തൊക്കെയാണ് പറഞ്ഞത്? 1.5 വർഷത്തെ പഴക്കമുണ്ട്. കോൾ ലിസ്റ്റ് കിട്ടുക, കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് ഫോറൻസിക് സംഘത്തിനും ശാസ്ത്രീയമായി തെളിയിക്കാൻ ഓടി നടക്കുന്ന അന്വേഷണ സംഘത്തിനും ഏറെ വെല്ലുവിളി നൽകുന്ന കേസാണിത്, ഹേമചന്ദ്രൻ്റെ കേസ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഈ കേസ് അവതരിപ്പിക്കുന്നത്. എങ്കിലും ഈ കേസിൽ സുപ്രധാനമായ വഴിത്തിരിവ് എന്ന് പറയുന്നത് ഹണി ട്രാപ്പ് മർഡറാണ് ഹേമചന്ദ്രൻ കൊലക്കേസ്. അതുപോലെ തന്നെ ഇതിൽ യുവതികൾ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്യും. അതിനകത്ത് ഒരു തർക്കവുമില്ല.